നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ തങ്ങളുടെ ആദ്യ മത്സരം അർജൻറ്റീന നാളെ കളിക്കുകയാണ്. എതിരാളികൾ എൽ സാൽവഡോറാണ്. നാളെ എന്ന് പറയുമെങ്കിൽ നമുക്കത് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെയാണ് കാണാൻ കഴിയുക. US കളി. അപ്പോൾ ടൈം സോൺ ഡിഫറൻസ് കാരണം നമുക്ക് ശനിയാഴ്ച പുലർച്ചെ 5:30 ആ മത്സരം കാണാൻ സാധിക്കുക. ആ കളിക്കായിട്ടുള്ള അർജൻറ്റീനയുടെ ഒരുക്കങ്ങൾ ഫിലാഡൽഫിയയിൽ തുടരുകയാണ്. അവരുടെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നുള്ള വിശേഷങ്ങളെ പറ്റി YC സ്പോർട്സ് പങ്കുവച്ചിട്ടുണ്ട്. മത്സരത്തിന് മുന്നോടിയായി ഇപ്പോൾ ലിയോ മെസ്സി ഇല്ലല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് 11 ഡിറ്റർമൈൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ് കോച്ചുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ് സെഷനിൽ 2 ഫോർമേഷനുകൾ ലയണൽ സ്കലോനി പരീക്ഷിക്കുകയുണ്ടായി. 4-3-3 ഫോർമേഷനും 4-4-2 ഫോർമേഷനും അദ്ദേഹം പരീക്ഷിക്കുകയുണ്ടായി. അപ്പം ഗോൾ കീപ്പറായിട്ട് എന്തായാലും എമിലിയാനോ മാർട്ടിനസ് തന്നെ ഉണ്ടാകുമെന്ന സംശയമില്ല. പിന്നെ നുഹേൻ പെരസ്, നിക്കോളാസ് ഓട്ടാമെൻഡി, ഇതിൽ ആര് കളിക്കും എന്ന തരത്തിലൊരു വ്യക്തത വേണം. ഇന്നലെ ട്രെയിനിങ് സെഷനിൽ നുഹേൻ പെരസ് ഇറങ്ങി, പിന്നെ നിക്കോളാസ് ഓട്ടാമെൻഡി പകരക്കാരനായിട്ട് വരുന്ന ഒരു സ്ഥിതിയുണ്ടായി. ബാക്കി ഡിഫൻഡർമാർ നാഹുൽ മോളിന, ക്രിസ്റ്റ്യൻ റൊമേറോ, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, അവിടെ കൺഫ്യൂഷൻസ് ഇല്ല. മധ്യനിരയിൽ റോഡ്രിഗോ ഡിബോൾ, എൻസോ ഫെർണാണ്ടസ്, ലിയാൻഡ്രോ പെരേഡസ്, അതായത് മാക്കലിസ്റ്റർക്ക് പകരം ലിയാൻഡ്രോ പെരേഡസിനെ കളിപ്പിക്കാനാണ് ഇന്നലെ ട്രെയിനിങ് സെഷനിൽ അദ്ദേഹം തയ്യാറായത്. കൂടെ ജിയോവാനി ലോ ചെൽസിയും ഉണ്ടായിരുന്നു. അതിനുശേഷം ജിയോവാനി ലോ ചെൽസോയെ മാറ്റി നിക്കോളാസ് ഗോൺസാലസിനെ അവിടെ ഇറക്കി. അങ്ങനെ 4-4-2 എന്നുള്ളത് 4-3-3 അദ്ദേഹം മാറ്റുമ്പോൾ നിക്കോളാസ് ഗോൺസാലസ് ലോ ചെൽസോക്ക് പകരം ഇറങ്ങുകയാണ് ചെയ്തത്. മുന്നേറ്റ നിരയിൽ ലൗട്രോ മാർട്ടിനസും ആംഗേൽ ഡി മരിയയും പിന്നെ ഹുലിയൻ ആൽവേരസിനെ കളിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ കാര്യങ്ങൾ പുരോഗമിച്ചിട്ടുള്ളത്. അപ്പോൾ അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പ് ഇതിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ് ഉണ്ടാവും. ഡിഫൻസിൽ നാഹുൽ മൊളീന, ക്രിസ്റ്റ്യൻ റൊമേറോ, പിന്നെ നാഹുയൻ പെരസ് ഓർ നിക്കോളാസ് ഓട്ടാമെൻഡി, അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ദെൻ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. മധ്യനിരയിൽ റോഡ്രിഗോ ഡിബോൾ, ലിയാൻഡ്രോ പെരേഡസ് ഓർ അലക്സിസ് മാക്കലിസ്റ്റർ, ദെൻ എൻസോ ഫെർണാണ്ടസ്, ലിയോവാനി ലോ ചെൽസോ. അതല്ല ഇനി 3 സ്ട്രൈക്കർമാരാണ് കളിക്കുന്നതെങ്കിൽ ലോ ചെൽസോക്ക് പകരം നിക്കോളാസ് ഗോൺസാലസ് ഇറങ്ങും. മുന്നേറ്റത്തിൽ ആംഗേൽ ഡി മരി എന്തായാലും ഉണ്ടാകും. ദെൻ ലൗട്രോ മാർട്ടിനസ് ഓർ ഹുലിയൻ ആൽവേരസ്. ഇതാണിപ്പോൾ അർജന്റീനയുടെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. ബാക്കി കാര്യങ്ങൾ ഇന്നത്തെ ട്രെയിനിങ്ങോടുകൂടി എന്തായാലും ഒരു ഫൈനൽ തീരുമാനത്തിലേക്കൊക്കെ പോകുമെന്ന് പ്രതീക്ഷിക്കാം. അർജന്റീന ലിയോ മെസ്സി ഇല്ലാതെ കളിക്കാൻ ഇറങ്ങുന്നു. അവരുടെ ജൈത്രയാത്ര തുടരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.